കഴിഞ്ഞ ദിവസം ദുരന്തർ സിനിമ കാണാൻ പോയപ്പോൾ ഞാൻ ട്രൈ ചെയ്ത പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് കുറെ കമന്റുകൾ കുറെ റീൽസ് കാണാനുണ്ടായി. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ് കിട്ടിയ പെർഫ്യൂം ഏതാണെന്ന് ചോദിച്ചിട്ട് ഞാനൊരു ഗിവ് അവേ ചെയ്യാൻ വേണ്ടി വീഡിയോ ചെയ്തു. അതിലും ഒരുപാട് ആൾക്കാർ ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്തിട്ട് ഒരുപാട് കോംപ്ലിമെന്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം അടിക്കണമെന്ന് കരുതി ഇതെടുത്ത് അടിച്ചു. ഒരു 6 സ്പ്രേ കവർ പൊട്ടിച്ച് 6 സ്പ്രേ അടിച്ചു. വേറെ ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. മുമ്പ് ഒരിക്കലും മണം അറിയത്തില്ല. ഫ്രാരൻഡിക്കിന് ജസ്റ്റ് നോട്ടൊന്നും നോക്കിയതേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമിന്റെ ഒരു ചായവും ഉണ്ട്, ടസ്കാൻ ലെതർ ടോപ്പ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ തുടക്കത്തിലേ പറയാം, ടസ്കാൻ ലെതറിന്റെയും ഓംബ്രെ ലെതറിനേക്കാൾ ബെറ്റർ ആണ്. സാധാരണ ഈ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്, തള്ളി 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 മറിക്കുന്ന വീഡിയോസ് അല്ലെ. പെർഫ്യൂമിന്റെ കാര്യത്തിൽ മാത്രമല്ല, പല സാധനത്തിന്റെയും. അപ്പൊ നമ്മളിത് വാങ്ങുമ്പോൾ ഈ തള്ളുന്നതിന് അല്ലെങ്കിൽ ഈ പറഞ്ഞു കൊടുക്കുന്ന ഹൈപ്പിനൊത്ത സാധനം ഉണ്ടോ എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പൊ പലരും അങ്ങനെ കാണാറില്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു പെർഫ്യൂമിന്റെ കാര്യത്തിൽ തുറന്നു വിളിച്ചോട് പറയാണ്, ഇതിന് കിട്ടുന്ന ഹൈപ്പ് എന്താണോ അത് വളരെ സത്യമാണ്. അത് പറയാതിരിക്കാൻ വയ്യ, സത്യമാണത്. പെർഫോമൻസും മണവും എല്ലാം കൊണ്ട് ക്വാളിറ്റി സാധനം. ഇതിന്റെ പെർഫ്യൂമിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാൻ എന്തായാലും കഴിഞ്ഞ ദിവസം ട്രൈ ചെയ്ത അന്ന് തന്നെ എനിക്കൊരു കോംപ്ലിമെന്റും കിട്ടി. അതിന്റെ കാര്യം ഞാൻ പറയാം. നമുക്ക് ഈ പെർഫ്യൂം ഇതാണ് 150 ml ആണ്. പെർഫ്യൂം ആണ്. കോൺസെൻട്രേഷൻ ക്ലാസിക് നൊവാർ അൽ മജീദ് ഊസ് എന്നാണ് പെർഫ്യൂമിന്റെ പേര്. മെയ്ഡ് ഇൻ സൗദി. ഓയിൽ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ബാച്ച് കോഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കട്ടിയുള്ള ഒരു ബോക്സ്, പ്രത്യേകിച്ച് വലിച്ചു കിട്ടാനൊന്നുമില്ല. ബോട്ടിൽ ഇങ്ങനെയാണ്, കട്ടിയുള്ള ഒരു ബോട്ടിൽ. ഇവിടെ ബാച്ച് കോഡും കാര്യങ്ങളും 1956 മുതൽ നിലവിലുള്ള ഒരു ബ്രാൻഡാണ്. ക്യാപ്പും കുഴപ്പമില്ല, നല്ല ബോട്ടില്. ഇത്രയുള്ള ബോട്ടിലിനെ കുറിച്ച് പറയാൻ, സ്പ്രേയർ നല്ല സ്പ്രേയർ ആണ്. ഇനി ഇതിന്റെ പ്രൊഫൈൽ പറയാം. ലെതർ ഫ്രൂട്ടി വുഡി സ്വീറ്റ് അനിമലിക് ഐറിസ് ആംബർ പൗഡറി സ്മോക്കി വയലറ്റ്. ഇതൊരു പെർഫ്യൂമറെ കൊണ്ട് ചെയ്യിപ്പിച്ച പെർഫ്യൂമാണ്. ഇറ്റ്സ് നോട്ട് എ ക്ലോൺ. ഒരു ക്ലോൺ പെർഫ്യൂം അല്ല, ഇൻസ്പയർഡ് അല്ല, ഇതൊന്നുമല്ല. ഇത് മാർഗരിത്ത കാരിനി എന്നുള്ള ഒരു പെർഫ്യൂമറെ കൊണ്ടാണ് ഈ പെർഫ്യൂം ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു ക്ലോൺ ആയിട്ടുള്ള പെർഫ്യൂമേ അല്ല. ഇത് നിങ്ങൾക്ക് ടസ്കാൻ ലെതർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ടസ്കാൻ ലെതർ ഓംബ്രെ ലെതർ വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ പൈസ കളയാൻ മണ്ടത്തരമാണ്. ഇത് വാങ്ങാം. ഇനി ഇതിന്റെ പ്രൊഫൈൽ നോട്ട് പറയാം. ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്ന റാസ്ബെറി, മിഡിൽ നോട്ടിൽ ഐറിസ്, ബേസ് നോട്ടിൽ ലെതർ, വുഡി നോട്ട് ആംബർ. ഇനി ട്രൈ ചെയ്തിട്ട് ഞാനിത് പറയാം. സ്പ്രേയർ നല്ല സ്പ്രേയർ ആണ്. ടോപ്പ് നോട്ടില് റാസ്ബെറി. ഈ റാസ്ബെറിയുടെ നോട്ട് ടോം ഫോർഡ് ടസ്കാൻ ലെതറിൽ നല്ല പോലെ ചേർത്തിട്ടുണ്ട്. ഒരു പുളിപ്പും മധുരവും ചേർന്ന ഒരു റാപ്സ്ബെറിയുടെ ഒരു ഫ്രൂട്ടി സ്മെല്ല്. അത് ഇത് റാപ്സ്ബെറി മധുരമല്ല, അല്പം പുളിപ്പും, അതായത് അല്പം പുളിപ്പ് വരുന്നുണ്ട്. പുളിപ്പും ചെറിയൊരു സ്വീറ്റ്നസ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു റാപ്സ്ബെറിയുടെ ഒരു നോട്ടാണ് ടോപ്പ് നോട്ടിൽ വരുന്നത്. അതോടൊപ്പം തന്നെ നല്ല ലെതർ. ഈ ലെതർ എന്ന് പറയുന്നത് നമ്മൾ ചെരുപ്പോടെ കയറുമ്പോൾ കിട്ടുന്ന ലെതർ അല്ല, അല്ലെങ്കിൽ ഈ ബെൻലി മെനിറ്റൻസ് ചേർത്തിരിക്കുന്ന പോലെ കാറിന്റെ ഡോർ തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു ലെതർ, അപ്പോൾസ്ട്രി വർക്കിന്റെ ഒരു ലെതർ ടൈപ്പ് പോലെ. ഇത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ലെതറാണ്. സ്വീറ്റ് സ്മെല്ല് തരുന്ന ലെതർ. ചില ലെതറിന് അങ്ങനെ ഒരു മണമുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യാനിട്ടാണ്. ടസ്കാൻ ലെതറിന് ഒരു സ്വീറ്റ്നസ് ഉണ്ട്, നമുക്ക് എടുത്ത് ചവയ്ക്കാൻ തോന്നും. അതുപോലെ ഒരു സ്വീറ്റ് ലെതർ നോട്ട് ചേർത്തിട്ടുണ്ട്. ഐറിസും കിട്ടും, റാസ്ബെറിയും കിട്ടും, ലെതറും കിട്ടും, പിന്നെ വുഡി നോട്ടും ഉണ്ട്. ഇത് ടോം ഫോർഡ് ഓംബ്രെ ലെതർ, ടസ്കാൻ ലെതർ, ഇത് രണ്ടും ചേർത്തിട്ട് കുറെ കൂടി സ്വീറ്റ്നസ് ചേർത്ത് കിട്ടുന്നുള്ള മണമാണ് ഈ ഒരു മണം. പക്ഷെ ഇതില് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി തരാൻ, ഈ ഉണക്കമുന്തിരി ഇല്ലേ, ഉണക്കമുന്തിരി നന്നായിട്ട് നല്ല ഹൈ ക്വാളിറ്റി ഉണക്കമുന്തിരി അതൊരു മിക്സിയിലിട്ട് അടിച്ച് ചതയ്ക്കുമ്പോൾ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ചതഞ്ഞ ഒരു പരുവത്തിൽ കിട്ടത്തില്ല. ഇടിച്ച് ചതഞ്ഞ ഒരു പരുവം. ഉണക്കമുന്തിരി ചതയ്ക്കുമ്പോൾ ഒരു സ്മെല്ല് വരത്തില്ല, ഒരു ഡേറ്റ്സിന്റെ സ്മെല്ല്. അതോടൊപ്പം തന്നെ കുറച്ച് ഡേറ്റ്സും ഇട്ട്, കുറച്ച് ഈ പറഞ്ഞ റാപ്സ്ബെറി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു തിക്ക് ലെയർ ആയിട്ടുള്ള ഒരു ജ്യൂസിന്റെ മണമാണ് ശരിക്കും ഈ പെർഫ്യൂമിന്റെ മണം. ഉണക്കമുന്തിരി അടിച്ച് ചതച്ചിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്മെല്ലും, അതിനകത്ത് കുറച്ച് റെഡ് വൈൻ ഒന്ന് മിക്സ് ചെയ്ത്, ഉണക്കമുന്തിരിയും റെഡ് വൈനും പിന്നെ ഈന്തപ്പഴമൊക്കെ ഇട്ട് മിക്സ് ചെയ്യുമ്പോഴുള്ള സ്മെല്ലാണ് ശരിക്കും ഇതിന്റെ മണം. അതാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി തരാൻ എനിക്ക് പറ്റുന്നത്. ഇതൊന്ന് ചിലപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് അല്പം ലെതറി സ്മെല്ല് പോലൊക്കെ ഒരു ഫീൽ വരും. സോ വെരി ഹൈ ക്വാളിറ്റി സ്മെല്ല്, ഒരു തരി സിന്തറ്റിക് ഇല്ല. ഇവരെങ്ങനെ ഇങ്ങനെയൊക്കെ പെർഫ്യൂം ഒക്കെ ഇപ്പൊ അറബിക് ഹൗസ് മേക്ക് ചെയ്യുന്നുള്ളതാണ് ഒരു ചോദ്യം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അറബിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുതരം തലകുത്തലാണെങ്കിൽ ഒരു ചീപ്പ് സ്മെല്ലായിട്ടൊക്കെ തോന്നും. പെർഫ്യൂം കളക്ട് ചെയ്യുന്നവർക്കറിയാം, വൺസ് അവർ നീഷ് പെർഫ്യൂം ഒക്കെ ട്രൈ ചെയ്തിട്ട് പിന്നീട് ഒരു അറബിക് പെർഫ്യൂം ട്രൈ ചെയ്യുക എന്നുള്ളത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം. പക്ഷെ ഇപ്പൊ അങ്ങനെ, ഇപ്പൊ ആ ഒരു ട്രെൻഡ് മാറിയിട്ടുണ്ട്. കുറച്ചധികം ആൾക്കാർക്ക് ഇപ്പൊ ഫ്രഞ്ച് വിട്ടിട്ട് ഇതുപോലുള്ള പെർഫ്യൂംസ് ഒക്കെ വാങ്ങാൻ തുടങ്ങി. മെയിനായിട്ട് പെർഫോമൻസ് ആണ്. സോ പെർഫോമൻസ് ആണെങ്കിലും മണമാണെങ്കിലും ഒരു രക്ഷയും. ഇതിനുള്ള ഹൈപ്പ് സത്യമാണ്, അതിലൊരു തർക്കമില്ല. നിങ്ങൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ വാങ്ങേണ്ട പെർഫ്യൂമാണ്. ഓക്കെ, ഇനി ഞാനിത് കോംപ്ലിമെന്റ് കിട്ടിയായിരിക്കും പറയാം. ഞാൻ പറഞ്ഞില്ല, ഇത് ഒരു 6 സ്പ്രേ അടിച്ചിട്ട് തിയേറ്ററിൽ ചെന്നു. പടം തുടങ്ങി എന്റെ ഇടവും വരെ നിൽക്കുന്നവരെല്ലാം ക്യാമറ മൊബൈൽ പിടിച്ചോണ്ടിരിക്കുക. നിങ്ങൾ ദുരന്തര സിനിമ ആയിട്ട് അറിയാൻ പറ്റും. അതിന്റെ പേര് എഴുതി കാണിക്കുന്ന തുടക്കത്തിൽ ഇവരെല്ലാവരും ഇത് പ്രതീക്ഷിച്ച് ക്യാമറയിൽ തുറന്നു വെച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ഇടതുവശത്തിരുന്ന ആൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മൊബൈൽ മാറ്റി. വലതുവശത്തിരുന്ന ആൾ മറ്റേ ഈ സാംസങ്ങിന്റെ ഫ്ലിപ്പില്ലേ,
അത് തുറന്നു വെച്ച് കാലുമേ പുറത്ത് വെച്ച് സീറ്റിന്റെ പുറത്ത് ഇരിക്കുക. അരമണിക്കൂറായിട്ടും ഇദ്ദേഹം ഇത് മാറ്റുന്നില്ല, മൊബൈൽ മാറ്റുന്നില്ല. ഇത് ഹൈ ലൈറ്റ് ഇട്ട് എന്താ പറയുക, സ്ക്രീൻ ഏറ്റവും കൂടിയ രീതിയിൽ ബ്രൈറ്റ്നസ് ഇട്ട് വെച്ചിരിക്കുന്നു. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ മാറ്റാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര അതിശയം വരുമോ. നമ്മളിതെല്ലാം ഈ പ്രഷർ ടെൻഷൻ ഒക്കെ മാറ്റി വെച്ചിട്ടാണ് സിനിമ കാണാൻ വരുന്നത്. എനിക്ക് ടെൻഷൻ ഞാൻ 2 കാലം അടുപ്പിച്ച് കത്തിക്കിട്ടാ നീ പഠിക്കുള്ളൂ. ഞാൻ വിചാരിച്ച് മാറ്റുന്ന കരുതി മാറ്റുന്നു വേണ്ടി ഞാൻ സിനിമ കാണുന്നില്ല. അപ്പൊ ഞാൻ ലാസ്റ്റ് സഹി കിട്ട് ഞാൻ പറഞ്ഞു, ബ്രോ പൈസ കൊടുത്താണ് ഞാനും ടിക്കറ്റ് എടുത്തത്, നിങ്ങളത് മാറ്റി വെക്കുന്നുണ്ട്, സിനിമ കാണണം. പക്ഷെ ആ മനുഷ്യനെ പറഞ്ഞു കേട്ടോടെ തന്നെ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി മൊബൈൽ മടക്കി വെച്ചു. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. മടക്കി വെച്ചിട്ട് അതെല്ലാം കഴിഞ്ഞു. ഇന്റർവെൽ ലൈറ്റ് ഇന്റർവെൽ ഒരു പ്രത്യേക ഒരു പീക്കിൽ കൊണ്ട് നിർത്തുന്ന ഇന്റർവെൽ വരുന്നത്. അപ്പൊ ആ സമയത്ത് ലൈറ്റ് ആക്കി ഇട്ട് ഇന്റർവെൽ ആയ സമയത്ത് ഇദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, ഓ സോറി കേട്ടോ സോറി. അപ്പൊ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇയാള് കുറെ സാധനങ്ങളോട്ട് കയറി വന്നു. പിന്നെ എന്റെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പൊ പിന്നെ ഇയാളുടെ മുഖത്തൊരു ജാളിതയുണ്ട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു പ്രൈവറ്റ് ബാങ്കിലെ മാനേജറാണ്, പ്രഷർ ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ 2 തവണ ഈ സിനിമയ്ക്ക് കയറി എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, ടെൻഷൻ കൊണ്ടാണ് തുറന്നു വെച്ചെന്ന് പറഞ്ഞു. നമ്മൾ നോക്കിയാൽ കുഴപ്പമില്ല. അതെ, ഒരു കാര്യം പറയാനുണ്ട്, ഇത് ഏത് പെർഫ്യൂമോ ഭയങ്കര മണമാണെന്ന് പറഞ്ഞു. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. എനിക്ക് അതുവരെ എന്താ പറയുക, ഈ കോംപ്ലിമെന്റ് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ മാറി. ഞാൻ പറഞ്ഞത് ഇതിന്റെ പെർഫ്യൂമാണ്, പക്ഷെ എനിക്ക് പേര് എനിക്ക് അതുകൊണ്ട് ഓർമ്മ വന്നില്ല. അൽ മജീദ് എന്നാണ് ഞാൻ പറഞ്ഞു, ഊതിന്റെ കാര്യം പറഞ്ഞില്ല. ആണല്ലേ, ഓക്കെ, നല്ല പെർഫ്യൂമാണ്, നല്ല പെർഫോമൻസ് ഉണ്ട്, എനിക്ക് മണം നന്നായിട്ട് കിട്ടുന്നുണ്ട്, കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കോംപ്ലിമെന്റ് കിട്ടി. അന്നേ ദിവസം എനിക്ക് ഈ ഒരു പെർഫ്യൂമിന് ഒരു കോംപ്ലിമെന്റ് കിട്ടി. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, തിയേറ്ററിൽ നേരത്തെ ചെന്ന് ഇരുന്നിട്ട് എനിക്ക് ഈ മണം ഭയങ്കരമായിട്ട് വരും. അതായത് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്, എന്റെ 4 വരി സീറ്റില് മുഴുവൻ ഈ മണം കറങ്ങിയടിക്കാണ്. മറ്റേ ഈ ഡോൾബി അറ്റ്മോസ് പോലെ ഇതിന്റെ മണം നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നന്നായിട്ട് ഇത് പ്രൊജക്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ ഇതിന്റെ പ്രൊജക്ഷൻ ഒരു രക്ഷയില്ലാത്ത പ്രൊജക്ഷൻ, ഭയങ്കര പ്രൊജക്ഷൻ. അതുകൊണ്ടാണ് ഈ ആൾക്കാർ കൗണ്ടിൽ ഇട്ടിരിക്കുന്നത് അൽ മജീദ് ഊദിന് നല്ല പെർഫോമൻസ് ഉണ്ടെന്ന്. ഞാൻ വിശ്വസിച്ചില്ല, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. ഇതിന്റെ ലോങ്ജിവിറ്റി പറയാൻ ഞാൻ എന്നിട്ട് രാത്രി ടീഷർട്ട് കൊണ്ട് ഊരിയിട്ട് 12 മണിക്ക് ഷോ കഴിഞ്ഞിട്ട് വീട്ടിൽ ടീഷർട്ടൊക്കെ ഊരിയിട്ട് പിറ്റേ ദിവസം ഞാൻ ടീഷർട്ട് എടുത്തിട്ട് ആ ഭാഗത്ത് ചെയ്യുമ്പോൾ ഇതിന്റെ മണം കൊണ്ട് നിൽക്കാൻ വയ്യ, ഭയങ്കര പ്രൊജക്ഷൻ. അപ്പൊ മണം എങ്ങനെയാണെങ്കിലും ഈസി ആയിട്ട് ഒരു 12 മണിക്കൂറാണ് ഇതിന്റെ ലോങ്ജിവിറ്റി മിനിമം. പ്രൊജക്ഷൻ 5-6 മണിക്കൂർ തന്നെ പ്രൊജക്ഷൻ ഉണ്ട്. പ്രൊജക്ഷൻ വലിയ പ്രൊജക്ഷനാണ്, സ്ട്രോങ് പ്രൊജക്ഷനാണ്, ഒരു ഏരിയ മുഴുവൻ കവർ ചെയ്തിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. ലോങ്ജിവിറ്റി തന്നെയാണ്, പീക്ക് ലെവൽ പെർഫോമൻസ്, മണം ഹൈ ക്വാളിറ്റി. ഞാൻ അതുകൊണ്ട് പറഞ്ഞ ടോം ഫോർഡ് ഓംബറാത്തർ ടസ്കാനത്തിൽ നിങ്ങൾ വാങ്ങരുത്, പകരം ഇത് വാങ്ങും, വർത്താണ്. നിങ്ങൾ വെറുതെ 10-16,000 രൂപ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, പകരം ഇതുപോലെ ഒരു പെർഫ്യൂം മതി. നിങ്ങളുടെ ആ ഒരു പർപ്പസ് ഇത് ഫുൾഫിൽ ചെയ്യും. ഓക്കെ, ഇനി ഇത് 2 കൂട്ടർക്ക് യൂസ് ചെയ്യാം, ആണിനും പെണ്ണിനും ഒരുപോലെ യൂസ് ചെയ്യാം. ഇനി ഉപയോഗിക്കേണ്ട ഒക്കേഷൻ രാത്രി വൈകുന്നേരം, ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം. ഒരു പക്ക ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ്. എനിക്ക് നിങ്ങൾക്കറിയാം എന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഫ്രഷ് പെർഫ്യൂമിനോടാണ് ചാവി. പക്ഷെ എന്നിട്ട് എനിക്ക് ഈ ഒരു പെർഫ്യൂം ഒരു ഫുൾ ബോട്ടിൽ വാങ്ങിയത് വർത്തായല്ലോ എന്നുള്ളൊരു സന്തോഷം തോന്നി. കാരണം അതിനുള്ള ക്വാളിറ്റി ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്. നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ കിട്ടണ്ടേ, ഇല്ല വെറുതെ കുറെ പെർഫ്യൂം വാങ്ങിച്ചിട്ട് കാര്യമില്ല. പെർഫോമൻസും ഉണ്ട്. സോ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് വാങ്ങുക. 10 എംഎൽ ഡീക്കൻ ആക്കിയിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഇവിടെ ഏകദേശം 7,500 രൂപയാണ് ഇവിടെ റേറ്റ് വരുന്നത്. ഇവിടെ കൂടുതലാണ്, പുറത്ത് ഇതിന്റെ പകുതി ആവുന്നുള്ളൂ, റേറ്റ് വളരെ കുറവാണ്. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ, ബ്ലൈൻഡ് ആയിട്ട് വാങ്ങരുത്. ട്രൈ ചെയ്തിട്ട് വാങ്ങണം. താങ്ക് യു സോ മച്ച്.